അവിടുത്തെ ആളുകളുടെ മാനസികാവസ്ഥ കൂടി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിവ്. അത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ പടവും പേരുമൊക്കെ പ്രദർശിപ്പിച്ച് കാണുമ്പോൾ പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ തങ്ങളുടേതാണ് എന്ന് തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ അത്തരം വാർത്തകളുണ്ട്, ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ തൊട്ടടുത്ത അയൽവാസികളൊക്കെ കൂടി ഒന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പ്രയാസങ്ങളിൽ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവര് പെട്ടെന്ന് ഈ വിവരം അറിയുകയും പതുക്കെ അവരെ വിവരമറിയിച്ച് ബോധ്യപ്പെടുത്തേണ്ട സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. ഇന്നൊരു ക്യാമ്പിൽ ഒരു കുട്ടിയുടെ അവസ്ഥയെ കുറിച്ച് അവർ വിശദീകരിച്ചു. പ്രതീക്ഷയോടെ ബാക്കി വീട്ടിലെല്ലാവരും ഉണ്ട് എന്ന് കരുതിയിരുന്ന കുട്ടിയുടെ വീട്ടിലെ 4 പേരും മരണപ്പെട്ടു എന്ന വാർത്ത ലഭ്യമായി ഓടിയെത്തി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് കുട്ടിക്ക് വല്ലാത്ത വിഭ്രാന്തി ഉണ്ടാക്കി തീർത്തു എന്നും അവർ പറയുന്നുണ്ടായി. വാർത്തകൾ നല്ല പോസിറ്റീവായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എല്ലാവരും ആ വിധത്തിൽ ഞങ്ങൾക്കൊക്കെ സഹായകരമായ വിധത്തിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ലോകം മുഴുവൻ മാനസികമായെങ്കിലും ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തുന്ന ഒരു ഘട്ടത്തിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ്. വാർത്തകൾ പുറത്തെത്തിക്കുന്ന കാര്യത്തിൽ അക്കാര്യത്തിലെ എല്ലാ വിധത്തിലുള്ള പരസ്പര ബഹുമാനം കൂടി വെച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു കാര്യം അവർ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എന്ന അഭിപ്രായം ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇന്ന് പല മാധ്യമങ്ങളിലും ഇടക്കാലത്ത് വന്ന ഒരു പ്രശ്നം ഭക്ഷണത്തിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട അത് ചിലത് ആവശ്യത്തിനും ചില അനാവശ്യത്തിനുമുള്ള വാർത്തകളായിപ്പോയോ എന്ന സംശയം ഉയർന്നു വരികയാണ്. ഭക്ഷണ വിതരണത്തിൽ ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ വരുന്നൊരു ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. നാളെ മുതൽ അതില്ലാതിരിക്കാൻ ചില കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള നിർബന്ധം ഉണ്ടാക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ട്. അത് എല്ലാവരും കേൾക്കാനായി പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള മനുഷ്യർ മനസ്സ് നമിച്ചുകൊണ്ട് വരികയാണ്. പക്ഷേ അധികമായ ആളുകളുടെ സാന്നിധ്യം ഗുണത്തെക്കാളേറെ ചില ഘട്ടങ്ങളിൽ ദോഷമായിട്ട് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രാവിലെ 6 മണി മുതൽ രക്ഷാപ്രവർത്തന ദൗത്യം അതിനകത്തേക്ക് പ്രവേശിക്കുന്നു. അവിടെ വളണ്ടിയർമാരായി വരുന്ന ആളുകളുടെ ഒരു പൊതു കണക്കെടുപ്പ് നടത്തി ഏതെങ്കിലും പരന്ന തലത്തിലേക്ക് അന്വേഷിച്ചു പോകാതെ 6 സോണുകളിലായി നടക്കുന്ന അന്വേഷണത്തിന്റെ സ്കോഡുകളിലേക്ക് വിഭജിച്ചു വിടാനാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു 9 മണിയോടുകൂടി അകത്തേക്കുള്ള രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ, സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ ബെയിലി ബ്രിഡ്ജിനകത്തേക്കുള്ള എൻട്രി നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്യായിരിക്കും നല്ലത് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അപ്പോൾ 1500 പേര് കൂടുതൽ ഇപ്പോൾ അകത്തേക്ക് വിടേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആളുകൾ ധാരാളമായിട്ട് പുറത്തു നിൽക്കുന്നുണ്ടല്ലോ, ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് ആളുകളെ വിടുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ വരാതിരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതിനൊരു അക്കൗണ്ടബിലിറ്റി വേണം. പുത്തുമലയിൽ ഇനി ഒരിക്കലും ചുരൽമലയിൽ ഇനി ഒരിക്കലും വേറെ ഒന്നും ഉണ്ടാകും. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് 2:30 മണിക്ക് എല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന വിധത്തിൽ ഒരടക്കമുണ്ടായി. ആളുകൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയാൽ എത്ര ആളുകൾ അകത്തുപെട്ടിട്ടുണ്ടെന്നും എത്ര ആളുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടെന്നും മനസ്സിലാകുന്നില്ല. ഇന്നലെ തന്നെ സൂചിപ്പാറയിൽ നിലമ്പൂരിൽ നിന്ന് കയറിയ ഒരു സംഘം വന്ന് പെട്ടത് നമുക്ക് ഭാഗ്യത്തിന് അവർ രക്ഷിക്കാനായി. അങ്ങനെ പോകുന്നത് പലതരത്തിൽ ആളുകളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ഘട്ടത്തിലായി നടത്തേണ്ട പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന മനസ്സാന്നിധ്യത്തെ വല്ലാത്ത സ്നേഹത്തോടെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. പക്ഷെ നമുക്ക് രാവിലെ 6 മണി മുതൽ 9 മണി വരെ വളണ്ടിയർമാരായി എത്തിച്ചേരുന്നവരെ ഇപ്പോൾ പ്രവേശിപ്പിക്കാനുള്ള ഒരു പരിധി നിശ്ചയിക്കുകയായിരിക്കും നല്ലത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതൊരു 1500 പേരെ വരെ കിടത്താം. അതിന് വിവാദം ഉണ്ടാവില്ല. ഇന്നയാളെ കിടത്താനോ ഇന്നയാളെ കിടത്താതിരിക്കാനോ വേണ്ടിയല്ല, നമുക്കൊരു 1500 പേരെ വെച്ച് നിശ്ചയിക്കാം. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ അതിന് കൂടുതൽ ആളുകൾ വേണമെങ്കിൽ ധാരാളമായ ആളുകൾ ബെയിലി ബ്രിഡ്ജിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. അവിടെ റിസർവായി നിൽക്കുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷെ വരുന്നതും അല്ലാതെ കൂടേണ്ടതില്ല എന്നാണ് ധരിക്കുന്നത്. നാളെ അവിടെ ഒരു പ്രയാസം ഉണ്ടാകുന്നത് എല്ലാവരും അറിയാൻ വേണ്ടി നിങ്ങളിലൂടെ തന്നെ പറയുകയാണ്. 9 മണി വരെ 1500 പേർ എന്ന നിലയിൽ നമുക്കൊരു പൊതുവായ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, വെള്ളത്തിന്റെ വിതരണത്തിന്റെ കാര്യത്തിൽ ഇന്നുണ്ടായ ഒരു പ്രയാസം ഉണ്ടാക്കുന്നതിലുള്ള ഒരു പ്രയാസം ഞാൻ ആദ്യം തന്നെ പറയട്ടെ. ഞങ്ങളെല്ലാം മന്ത്രിതല ഉപസമിതിയുടെ ഭാഗമാണെങ്കിലും ഇന്ന് പത്രമാധ്യമങ്ങളിൽ, വിഷ്വൽ മാധ്യമങ്ങളിൽ ചിലതെങ്കിലും വന്ന വാർത്ത റവന്യൂ വകുപ്പ് നിരോധിച്ചതുകൊണ്ട് ഭക്ഷണം ആളുകൾക്ക് വിതരണം ചെയ്യാനായില്ല എന്നാണ്. അങ്ങനെ റവന്യൂ വകുപ്പിന് പ്രത്യേകമായിട്ട് ഒരു നിരോധനവുമില്ല. റവന്യൂ വകുപ്പിന് മാത്രമായിട്ടൊരു ഭക്ഷണ വിതരണവുമില്ല. എല്ലാ വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഉപസമിതിയാണ് ഇവിടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിനകത്ത് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ആർമിയുടെ പ്രവർത്തകർ ഉൾപ്പെടെ
നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അകത്തേക്കുള്ള ഭക്ഷണം പൂർണ്ണമായും ഹൈജീനിക്കായി ഗവൺമെന്റ് തലത്തിൽ തന്നെ ഫുഡ് സേഫ്റ്റി കമ്മീഷൻ നേരിട്ട് പരിശോധന നടത്തിയ ഭക്ഷണം അകത്തേക്ക് വിടാം എന്നുള്ള ധാരണയിലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സേനാംഗങ്ങളും അകത്തേക്കുള്ള വളണ്ടിയർമാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഉൾപ്പെടെയുള്ളവരുടെ ഭക്ഷണം കൃത്യമായി അകത്തേക്ക് സപ്ലൈ ചെയ്യാവുന്ന വിധത്തിലുള്ള സൗകര്യം നമുക്ക് ഒരുക്കാം. പുറത്ത് സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ ഒരു തടസ്സവുമില്ല, അവർ വിതരണം ചെയ്യട്ടെ. അത് തടസ്സപ്പെടുത്താൻ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നില്ല, നേരത്തെയും അങ്ങനെ ആലോചിച്ചില്ല. അകത്തുള്ളത് മാത്രം ഔദ്യോഗികമായ സംവിധാനങ്ങളിലൂടെ വിതരണം ചെയ്യണം എന്നാണ് സർക്കാർ കരുതിയിട്ടുള്ളൂ. പുറത്ത് വിതരണം ചെയ്യുന്നത് സന്നദ്ധ പ്രവർത്തകരോട് പ്രത്യേകിച്ചൊരു തർക്കമോ തകരാറോ ഇല്ല. പക്ഷെ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഏരിയയ്ക്കുള്ളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ ദയവായി ശ്രമിക്കും. വാഹനങ്ങൾ അവിടെ നിർത്തി നടന്നു വന്ന് ഇത് വിതരണം ചെയ്യുന്നതിൽ ഒരു വിരോധമില്ല. ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെ പറയാൻ കാരണം, ഫുഡ് സപ്ലൈ വാഹനങ്ങൾ എന്ന പേര് വെച്ച് ധാരാളമായി വാഹനങ്ങൾ വന്നാൽ നിങ്ങളിവിടെ കാണുന്നതാണ് ഇവിടെ വന്ന് തിരിച്ചു പോകാൻ സാധ്യമാകാതെ വരും. അങ്ങനെ വരുന്ന ഭക്ഷണം അകത്ത് വിതരണം ചെയ്യണം എന്ന ആർക്കും നിർബന്ധമുണ്ടാകില്ല, അത് വിതരണം ചെയ്യേണ്ടതുമില്ല. ഒരാൾ പോലും ഭക്ഷണം കഴിക്കപ്പെടാതിരിക്കരുത് എന്ന് തന്നെയാണ് സർക്കാരിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഇതിൽ ഭരണപ്രതിപക്ഷമില്ല, ഇതിൽ വേറെ ഏതെങ്കിലും ജാതിമത താല്പര്യങ്ങളില്ല, രാഷ്ട്രീയമായ വ്യത്യാസമില്ല. പക്ഷെ ഇത്ര വലിയൊരു ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ക്ഷമാപണത്തോടെ ഇത്ര വലിയൊരു സംഘാടനത്തിലുണ്ടാകുന്ന സംഭവങ്ങളാണ് എന്ന് കരുതി ഒരു ദയാവായ്പും ക്ഷമയും ഒക്കെ കരുതേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇനി അങ്ങനെ ഇല്ലാത്തത് ഒരു പൊതു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാനാണെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അതിലൊരു തരത്തിലുള്ള പ്രയാസവുമില്ല. നമ്മളെല്ലാവരും ചേർന്ന് ആ പ്രവർത്തനം നടത്തേണ്ടവരാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. പക്ഷെ പ്രയാസകരമായ ഒരു പ്രശ്നം, രാവിലെ സർക്കാർ വളണ്ടിയർമാർ, ചിലർ റവന്യൂ ജീവനക്കാർ എന്നും പറഞ്ഞു, വിതരണം ചെയ്ത ബ്രെഡുകൾ, റൊട്ടികൾ ഡേറ്റ് കഴിഞ്ഞതാണ് എന്നൊരു വാർത്ത കേട്ടു. ഞാൻ രാവിലെ ഗവൺമെന്റിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചതാണ്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചു എന്ന് എനിക്കറിയില്ല. ഗവൺമെന്റ് ഇന്ന് രാവിലെ, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ സംഘാടക ഒഫീഷ്യലായിട്ടുള്ള സംഘാടകർ ഇന്ന് രാവിലെ മാത്രമല്ല ഇതുവരെ അങ്ങനെ ബ്രെഡ് വിതരണം ചെയ്യാത്ത ബ്രെഡ് എങ്ങനെ പൂക്കുന്നു എന്ന കാര്യം എനിക്ക് അങ്ങനെ പിടിയിട്ടില്ല. അതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു രക്ഷാപ്രവർത്തന ദൗത്യം കേടായ ബ്രെഡും അല്ലെങ്കിൽ ആ വിധത്തിലുള്ള റസ്കുമൊക്കെ വിതരണം ചെയ്തു എന്ന് പറയുന്ന വിധത്തിൽ ഉണ്ടായാൽ അതൊരു പ്രയാസകരമാണ്. ഇനി അങ്ങനെ ആരെങ്കിലും കേടായ ബ്രെഡോ കേടായ റസ്കോ അകത്തുള്ള വിതരണം പൂർണ്ണമായും ഫുഡ് സേഫ്റ്റി അതോറിറ്റി അംഗീകരിച്ചിട്ടുള്ള സാധനങ്ങളെ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്ന് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം നമ്മുടെ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നു, ആവശ്യത്തിന് ഭക്ഷണവും കൊടുക്കാൻ ഒരു വിരോധമില്ല. അകത്തുള്ളവരെക്കാൾ 1400-ലേറെ അധികം പാക്കറ്റുകൾ ഇന്ന് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു തർക്കത്തിനില്ല. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ സഭയെ ശ്രമിക്കുക. ഇത്ര വലിയ ഒരു പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായതാണ് എന്ന് വിചാരിക്കുക. ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണ വേണ്ട. ബെയിലി അപ്പുറത്തുനിന്ന് ഞാൻ പറഞ്ഞാൽ പ്രശ്നബാധിത പ്രദേശത്ത് ഇവർ കണ്ടെത്തുന്ന പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി പരിശോധിച്ചിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയും പുറത്ത് പിന്നെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ളതിൽ പ്രത്യേക തടസ്സമൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ അതൊരു പ്രധാന ഇനമാക്കി കരുതിയ ഒരു പ്രയാസത്തിലേക്ക് പോകരുത് എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. ഇത്തരത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന കേരളത്തിന്റെ ഒരു ദുരന്ത നിവാരണ കൂട്ടായ്മയ്ക്കും ആ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ മലയാളി ഇടചേർത്ത് കൂട്ടിയോജിപ്പിക്കപ്പെട്ട ആത്മബന്ധത്തിനും ഏതെങ്കിലും തരത്തിൽ തടസ്സം ഉണ്ടാകുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ചു ചോദിക്കുകയാണ്, ബ്രെഡിൽ അപകടമുണ്ടോ, റസ്കിൽ അപകടമുണ്ടോ, ഞങ്ങൾ കൊണ്ടുവരണോ? അങ്ങനെ പറയുന്ന ഒരു പ്രശ്നം പ്രധാനമായിട്ടുമില്ല. അതുകൊണ്ട് കൃത്യമായി അകത്ത് ആളുകളെ 9 മണി വരെ റെസ്ട്രിക്ട് ചെയ്ത് തന്നെയാണ് പോകുന്നത്. രാവിലെ 7 മണി മുതൽ പോകുന്ന ആളുകൾക്ക് അവരവരുടെ കയ്യിൽ തന്നെ പാക്കറ്റും വെള്ളവും കൊടുത്ത് വിടാനുള്ള ഏർപ്പാടുകൾ വളരെ സവിശേഷമായി ചെയ്യും. അതിലെന്തെങ്കിലും വേറെ തിരിവുകൾ ഉണ്ടായിട്ടില്ല. വിഷയം നമുക്ക് ഇക്കാര്യത്തിൽ കേന്ദ്രീകരിക്കണം എന്ന് സർവേ ഓർമ്മിപ്പിക്കുകയും പത്രസമ്മേളനം എന്ന രീതിയിൽ പറയാനുള്ളത്. നാളെ കടാവർ ഡോക്സിന്റെ കൂടി സംവിധാനത്തെ ഉറപ്പിക്കും. അതുപോലെ തന്നെ ഇന്ന് 6 മണിക്ക് ചെയ്യുന്ന യോഗത്തോടു കൂടി തന്നെ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള പരിപാടി നമ്മുടെ ഇതുവരെ ലഭ്യമായതിൽ കാണാതായവരുടെ എണ്ണം 206 എന്ന വിധത്തിൽ നമ്മളിപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമാകുന്നില്ല. നാളെ വൈകുന്നേരം കൂടി കഴിഞ്ഞാൽ ഇന്ന് 206 എന്നുള്ളത് 180 കുറഞ്ഞില്ല. അതായത്
ചിലയിടങ്ങളിൽ ബോഡി കണ്ടെത്തുകയും ചിലയിടങ്ങളിൽ ആളുകൾ ഫോൺ ചെയ്ത് വരികയും ഒക്കെ ചെയ്യുന്നതോടുകൂടി ആ പ്രയാസങ്ങൾ മാറുക. ഒരു സംവിധാനം കൂടി നാളെ മുതൽ ആരംഭിക്കുകയാണ്. അതായത് ഇപ്പൊ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ആ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട ആളുകൾക്ക് പഴയ നമ്പർ തന്നെ ലഭ്യമായി എല്ലാവർക്കും മൊബൈൽ ഫോൺ കയ്യിലുണ്ടായിരുന്നവർക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ലഭ്യമാക്കാനുള്ള പരിപാടി നാളെ തൊട്ട് ആരംഭിക്കുക. അപ്പൊ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ID കാർഡ് ഉണ്ടെങ്കിൽ പഴയ നമ്പർ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ എന്ന പ്രശ്നം പരിഹരിക്കാൻ അവരുടെ തമ്പ് തന്നെ പരിശോധിച്ച് അതേ നമ്പറാണെന്ന് ഉറപ്പുവരുത്തുന്ന പ്രശ്നം ആ നമ്പർ തന്നെ ഇട്ട് ബന്ധപ്പെട്ടവർക്ക് ഫോൺ കൈമാറാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. അങ്ങനെ വന്നാൽ അവർക്ക് കാർഡിലുള്ള നമ്പറുകൾ ഓർത്തു വെക്കാൻ പറ്റും, മനസ്സിൽ കാണാപ്പാടമുള്ള നമ്പറുകൾക്കനുസരിച്ച് വിളിക്കാൻ പറ്റും. അവരെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും സ്ഥലത്തിരുന്ന് വിളിക്കുന്നുണ്ടാകും, അത് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൂടി അറിയാനുള്ള ശ്രമം നടത്തുമ്പോൾ കുറച്ചുകൂടി മിസ്സിംഗ് കേസുകളുടെ എണ്ണത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകും. ആശാവർക്കർമാര് അതുപോലെ തന്നെ അംഗനവാടി ജീവനക്കാര് ഉൾപ്പെടെയുള്ളവരെ വെച്ചുകൊണ്ട് റേഷൻ കാർഡിന്റെ പിന്നെ പേരുകൾ കൂടി കളക്ട് ചെയ്ത് LSTDയുടെ സഹായത്തോടു കൂടിയുള്ള അന്വേഷണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക. അതോടൊപ്പം കൗൺസിലേഴ്സ് തന്നെ നേരിട്ട് ഓരോരുത്തരെയും കണ്ട് അവരുടെ ഓർമ്മകൾക്കനുസരിച്ച് മിസ്സിംഗ് ആയി ആരെങ്കിലും ഉണ്ടോ, അവരുടെ ഫോൺ നമ്പർ ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കൂടി കഴിഞ്ഞ് നാളെ രാത്രിയോടെ ഏതാണ്ട് ഒരു നമ്പറിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ ടെലഫോൺ സൗകര്യം കൂടി ലഭ്യമാക്കി കഴിയുമ്പോൾ കുറച്ചുകൂടി വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഇത് ചിലപ്പോൾ ലോകത്തിന്റെ എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് ആരെങ്കിലും ഒക്കെ അവരെ വിളിക്കുന്നുണ്ടാവും, രക്ഷപ്പെട്ടു പോയവരോ മറ്റുള്ളവർ അവരുടെ മാത്രം നമ്പർ അറിയുന്നവരൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനത്തെയുള്ള വിളികളൊന്നും ഇപ്പൊ കിട്ടാൻ അവർക്ക് അവസരം ഉണ്ടാവില്ല. അത് വളരെ പെട്ടെന്ന് ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുള്ളത്. അപ്പൊ നാളെ മുതൽ തന്നെ ക്യാമ്പുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട ഫോൺ ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിധത്തിൽ പ്ലാൻഡായി എല്ലാ ക്യാമ്പുകളിലും പ്രത്യേകിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള മൊബൈൽ ഫോണുകളെല്ലാം സൗജന്യമായി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ സന്നദ്ധ പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിലുള്ള നമ്പറുകൾ റീകാൾ ചെയ്താൽ ആ കാർഡ് തന്നെ കൊടുക്കാൻ പറ്റും, അല്ലാത്ത പക്ഷം പുതിയ കാർഡും നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയാവുന്ന തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഇപ്പൊ 34 എണ്ണമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ 5 ബോഡി ഇപ്പോ സംസ്കരിച്ചു കഴിഞ്ഞു. 8 ബോഡി ഇപ്പോ ഓൾറെഡി അൺക്ലെയിംഡ് ആയത് തന്നെ ഡീകമ്പോസ്ഡ് ആയിട്ടുണ്ട്. അത് ഇന്ന് തന്നെ ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബറി ചെയ്യണം എന്നാണ് കരുതുന്നത്. ബാക്കിയുള്ളവ നമുക്ക് തുടർന്ന് ഉള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോ പാർട്ടായിട്ട് കിട്ടിയിട്ടുള്ള ബോഡികൾ DNA ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ പൂർത്തീകരിച്ച് കഴിയുന്ന മുറയ്ക്ക് ഡീകമ്പോസ്ഡ് ആവുന്നത് വേഗത്തിൽ നാളെ തന്നെ എടുത്തുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാം എന്നാണ് നമ്മൾ കരുതുന്നത്. ആ വിധത്തിലാണ് അതിന്റെ കണക്ക്. നമ്മുടെ കുഴിയെടുക്കുന്നത് ഇപ്പൊ തന്നെ 28 കുഴിയെടുക്കും. അപ്പൊ അത് ഇപ്പൊ മഴയൊക്കെ പെയ്യുന്ന സമയമാണ്. നമ്മൾ 8 ബോഡി മാത്രമേ സംസ്കരിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് വളരെ വേഗത്തിൽ ഡീകമ്പോസ്റ്റഡ് ആയിട്ടുള്ള ബോഡികൾ സംസ്കരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. 8 ബോഡിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള കുഴികളും രാത്രി തന്നെ എടുക്കും. ചെറിയ മഴ ഉണ്ടായിരുന്നു, കാരണം ഒരുമിച്ച് അതിലേക്ക് കിടക്കുമ്പോൾ ഡീകമ്പോസ്റ്റ് ആവുന്നതിന്റെ ഒരു സൂചന അറിയാമല്ലോ. അതങ്ങനെ ഒരു ഫംഗൽ എഫക്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ്, അതിന് കാത്തിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ളത് 8 എണ്ണമാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. ഇനി ആ പ്രോസസ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് ഡീകമ്പോസ്റ്റ് ആവുന്നുണ്ട് എന്ന അരിവകുപ്പ് ഏതെങ്കിലും കണ്ടെത്തിയാൽ അതുകൂടി ചെയ്യും. ഇപ്പോഴത്തെ ധാരണയനുസരിച്ച് ഒരു 8 ബോഡിയെങ്കിലും ഈ ഘട്ടത്തിൽ നമ്മൾ ഇന്നലെ 6 വെച്ചിരുന്നതിൽ ഒരു ക്ലെയിമുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നു, അത് പൂർത്തീകരിച്ചു. അത് ഉൾപ്പെടെ 8 ബോഡികൾ ഇന്ന് ഡീകമ്പോസ്റ്റ് ചെയ്യപ്പെട്ടു. 34 പുറമെ ശരീരഭാഗങ്ങളുള്ളത് വേറെയുണ്ട്. പിന്നെ ധാരാളമായിട്ടുണ്ട്. ശരീരഭാഗങ്ങളിൽ ഒന്നും ഇതുവരെ ക്ലെയിം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ രക്തസാമ്പിളുകൾ അതാത് ക്യാമ്പുകളിൽ ശേഖരിച്ചു വരുന്നുണ്ട്. അതുകൂടി കണ്ണൂരിലേക്ക് അയച്ചു കൊടുത്ത് ചെയ്തു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധം ആ തരത്തിലുണ്ടാകുമോ എന്ന്